ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹലോ, സൂര്യല്ലേ? അതെ. നിങ്ങളുടെ ഭാര്യ നന്ദിനി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ആരാ നിങ്ങള്? എവിടുന്നാ സംസാരിക്കുന്നേ? അത് പറയാനുള്ള മണ്ടത്തരം ഞങ്ങൾ കാണിക്കുമോ? നന്ദിനി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? ഭാര്യയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ കേൾക്കാം. ഇതാ കേട്ടോ. സർ, സൂര്യ സർ, നന്ദിനി, എന്നെ ഇവരോട് പൂട്ടിയിട്ടിരിക്കുക. നന്ദിനി നീ എവിടെയാ? സർ, ഞാനൊരു അപകടത്തില. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നന്ദിനി നീ എവിടെയാ? പറ. സർ, നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ നന്ദിനെ കൊണ്ടുപോയെ? സർ, നിങ്ങളെ കൊണ്ട് ആരാ ഇത് ചെയ്യിപ്പിച്ചേ? ബഹളം വെക്കരുത്. നിങ്ങൾ നല്ല സ്വാധീനമുള്ള ആളാന്നൊക്കെ ഞങ്ങൾക്കറിയാം. പോലീസിനെ വിളിക്കുകയോ ഈ കോൾ അവർക്ക് കൈമാറുകയോ ചെയ്യരുത്. അത് നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവളെ തിരഞ്ഞിങ്ങോട്ട് വരണ്ട. ഇവളുടെ ശവമേ നിങ്ങൾ കാണൂ. നന്ദിനി ഒന്നും ചെയ്യരുത്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? പറ. പണം 50 ലക്ഷം രൂപ, അതും ക്യാഷായിട്ട്. സർ, കൊടുക്കരുത്. സർ, കൊടുക്കരുത്. ഒരിക്കലും പണം കൊടുക്കരുത്. മിണ്ടാരടി. സർ, എന്താ നിങ്ങളുടെ തീരുമാനം? അത് പണം ഒന്ന് അറേഞ്ച് ചെയ്യണം. എനിക്ക് കുറച്ച് സമയം വേണം. സമയമെടുത്തോ? പക്ഷെ ആ സമയമുണ്ടല്ലോ, അത് അപകടം വിളിച്ചു വരുത്താനാവരുത്. ഇവിടെ ഞങ്ങളുടെ കൈ സുരക്ഷിതയാണ്. പണം കൊണ്ട് ഞാൻ എവിടെയാ വരേണ്ടത്? പറ. ആദ്യം പണം അറേഞ്ച് ചെയ്യേ, എന്നിട്ട് ഞാൻ വീണ്ടും വിളിക്കാം. ഞാൻ പറയുന്ന സ്ഥലത്ത് പണമായിട്ട് എത്തിയാൽ മതി. എന്തെങ്കിലും കുഴപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാലേ ഇവള് പിന്നെ ജീവിച്ചിരിക്കില്ല. സർ, സർ. ഹലോ, ഹലോ. നന്ദിനി, താങ്കൾ വിളിച്ച നമ്പർ താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ സംസാരത്തിൽ നിന്ന് എന്തു തോന്നി? പോലീസിൽ അറിയിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി. പോലീസുകാരെ അറിയിക്കുന്നെങ്കിൽ അറിയിക്കട്ടെ. വരുന്ന പോലീസുകാർ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്ക്, ഞാനൊരു പാവ. എന്നെ വെച്ച് നിങ്ങൾ വില പേശരുത്. വില കിട്ടുന്നിടത്തല്ലേ വില പേശിയിട്ട് കാര്യമുള്ളൂ. നിന്റെ ഭർത്താവല്ലേ, നിന്നെ തിരിച്ചു വേണമെങ്കിൽ പണമൊക്കെ അവൻ സംഘടിപ്പിക്കട്ടെ. അല്ലെങ്കിൽ അവൻ നിന്നെ മറക്കട്ടെ. ഹലോ സൂര്യ, പറയടാ. വിവേക്, നന്ദിനി ഒരു കൂട്ടർ തട്ടിക്കൊണ്ടു പോയിരിക്കുക. അവരിപ്പോ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് എടാ, എന്നിട്ട് നീ പണം കൊടുക്കാൻ സമ്മതിച്ചോ? അതല്ലാതെ വേറെ മാർഗമില്ലടാ. പോലീസിൽ ഇറച്ച അവര് നന്ദിനി ഉപദ്രവിക്കും. അല്ലടാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എടാ, നന്ദിനിയുടെ കാര്യത്തിൽ എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. എനിക്ക് അയാളെ തിരിച്ചു വേണം. വിവേക്, നീ നേരെ നമ്മുടെ തോമസ് അബ്രഹാമിന്റെ വീട്ടിൽ പോകണം. അയാളോട് ഒരു 20 lakhs അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കളക്ട് ചെയ്താൽ മതി.
പിന്നെ അവിടുന്ന് നേരെ അറക്കൽ നരേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകണം. അയാളോട് ഞാൻ പണം അറേഞ്ച് ചെയ്യാൻ പറയാം. അവിടുന്ന് പണവും വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് നീ വീട്ടിലെത്തണം. സൂര്യ, ഇടാ പണം കൊടുക്കുന്നതിന് എനിക്ക് എതിർപ്പുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ നന്ദിനെ അവരെ വിട്ടു തരുന്നതിന് നമുക്ക് ഉറപ്പ് വേണ്ടേ? വിവേകെ, നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് അനുസരിക്കേ. എനിക്കിപ്പോൾ മറ്റൊന്നും ആലോചിക്കാൻ പറ്റില്ല. നീ പെട്ടെന്ന് വാ. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ പോവാം. ആ ശരി.